എൻ്റെ അടുത്ത് പണ്ടേ എല്ലാവരും പറഞ്ഞത് ഇയാളുടെ കൂടെ ബിസിനസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇത് എന്തായാലും ചോദിക്കണം. ഓ 1,00,000 രൂപ പ്രോഫിറ്റ് പറഞ്ഞിട്ട് താൻ എനിക്ക് തന്നെ 20,000 രൂപയാണ്. എടോ അത് അങ്ങനെയല്ല, താൻ ഇരിക്കും ഞാൻ താൻ എങ്ങനെ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. എന്നോട് പണ്ടേ എല്ലാവരും പറഞ്ഞ തന്റെ കൂടെ ഒരു ബിസിനസ്സും വേണ്ടാന്ന്. അഖില താനൊന്ന് കൂളായ. എടാ അത് അങ്ങനെയല്ല, നീ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. നീ നമ്മളെ ഗ്രൂപ്പിലിട്ട പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, നീ ഇരിക്കും, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് നോക്കുന്ന സമയത്ത് 1 lakh പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷനെ കൊണ്ട് താൻ നോക്കിയിരുന്നു. അവിടുത്തെ ഡിവിസിബിൾ പ്രോഫിറ്റ് താൻ കണ്ടോ? ആ പ്രോഫിറ്റ് നമ്മൾ ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്തേ അറിയുള്ളൂ. താൻ അങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ദൈവമേ, നിന്നേ. നമ്മളെ പ്രോഫിറ്റ് ലോസിലെ പ്രോഫിറ്റ് എത്രയാ? 1 lakh. അഗൈൻ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ 5 ഐറ്റംസും കൂടി നമ്മൾ നെറ്റ് പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു? 40,000. കറക്റ്റ്. ഇതാണ് ഫേമിന്റെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ആക്ച്വൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിനെയാണ് നമ്മൾ 2 പേരും കൂടി ഈക്വലി ഡിവൈഡ് ചെയ്തെടുത്തത്. അഖിലിനെ പറ്റിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും. നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ, നമ്മൾ എങ്ങനെയാണ് ചീറ്റ് ചെയ്യാ? നീ ഇരുന്നേ. അതെനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. പിന്നെ ഞാനത് എന്നെ പറ്റി ആരാ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങളെ പറ്റി ഇല്ലല്ലേ? ശരി ശരി ശരി.